ഭീതിപ്പെടുത്തുന്ന, നശിപ്പിക്കാൻ വരുന്ന ഏതു വലിയ പ്രശ്നങ്ങളുടെ മുകളിൽ എൻ്റെ ദൈവമുണ്ടെന്നും അതിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ അധികാരമെന്നും ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് സ്വസ്ഥതയും എനിക്ക് സമാധാനവും പ്രാപിക്കാൻ പറ്റുന്നു. ദൈവിക സമാധാനം എങ്കിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. നിങ്ങൾ കടന്നു പോകുന്ന ഏത് ഭീതിപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ മുകളിൽ, നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഏത് പ്രതിസന്ധികളുടെ മുകളിലും ദൈവത്തിൻ്റെ വലിയ ശക്തിയുള്ള സാന്നിധ്യമുണ്ട്, കരമുണ്ട്. ഹല്ലേലൂയ. ഈ ശാലോം സന്ദേശം ദിവസം തോറും എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കുകയും അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാത സന്ദേശം അല്ലാതെ ഇന്ന് ഞായറാഴ്ച ദിവസം നമുക്ക് ഓൺലൈനിലുള്ള ആരാധന രാത്രി 10 മണിക്ക്, ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് നേരത്തെ നടത്തുമായിരുന്നു, 8:45 ഇപ്പോൾ. ഇന്ന് മുതൽ നമ്മൾ ഞായറാഴ്ച തോറും 10 മണി മുതൽ 11 മണി വരെ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക്, പാസ്വേഡ് നിങ്ങൾക്ക് ഐ ഡി കിട്ടണമെങ്കിൽ നിങ്ങളെ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് നിശ്ചയമായൊരു വിടുതൽ മീറ്റിംഗിൽ പങ്കെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് ഇതാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ മുകളിൽ അധികാരിയായ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുക. 29-ാം സങ്കീർത്തനം 10-11 വാക്യം ശ്രദ്ധിച്ച്, യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ജലപ്രളയവും ഒരു സമാധാനവും ഏറ്റവും വലിയ ഭീതിജനകമായ ഒരു സംഭവമാണ് ഈ ജലപ്രളയം എന്ന് പറയുന്നത്. ഏറ്റവും ഭീതിജനകമായ ഒരു കാര്യം. പക്ഷെ ആ ഭീതിപ്പെടുത്തുന്ന വലിയ ആർത്തലച്ചു വരുന്ന വെള്ളക്കൂട്ടങ്ങളും, ഇനി ഉരുൾപൊട്ടി വരുന്നതോ, കടലിളകി വരുന്നതോ, തിരമാല അടിച്ചു വരുന്നതോ, കൊടുങ്കാറ്റടിച്ചു വരുന്നതോ, ഭൂകമ്പം ഉണ്ടായി വരുന്നതോ, മേഘസ്ഫോടനം ഉണ്ടായി വരുന്നതോ, എന്തുമാകട്ടെ ഇതിന് കാരണം, പക്ഷേ അതിൻ്റെ ജലപ്രളയത്തിന്റെ മീതെ എൻ്റെ ദൈവമുണ്ട്. അതിൻ്റെ മുകളിലാണ് എൻ്റെ ദൈവം ഇരിക്കുന്നത്. അടുത്തത് എഴുതിയിരിക്കുന്നത്, യഹോവ എന്നേക്കും എൻ്റെ രാജാവായിരിക്കുന്നു. അപ്പൊ ദൈവം സകല പ്രശ്നങ്ങളുടെ മുകളിൽ നിൽക്കുന്നവനാണെന്നും അവനെ പ്രശ്നങ്ങൾ ബാധിക്കുന്നില്ലെന്നും ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണ് എല്ലാ പ്രശ്നമെന്നും, അത് പിശാച് കൊണ്ടെന്നാലും ലോകത്തിൽ സംഭവിക്കുന്ന അല്ലാത്തതാണെങ്കിലും എൻ്റെ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലും. ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് അതിന്റെ മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ എൻ്റെ പ്രാർത്ഥന ചെല്ലും. ദൈവം അതിനെ നിയന്ത്രിക്കും. ശിഷ്യന്മാര് യേശു പറഞ്ഞിട്ടാണ് ഗലീലക്കടലിന് അക്കരയിലേക്ക് പടകിൽ യാത്രയാകുന്നത്. പക്ഷേ അവർക്കെതിരെ തള്ളിക്കയറാൻ നോക്കിയ തിരമാലകളെ ശാന്തമാക്കാൻ അധികാരമുള്ളവനെ വിളിച്ചുണർത്തിയപ്പോൾ അവൻ പറഞ്ഞു, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക. കാറ്റ് അമർന്നു, കടൽ ശാന്തമായി. തിരമാലകളെ വാക്കുകൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ദൈവം, ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവാണ് സർവത്തിന് മേലും അധികാരി എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റിയാൽ മതി. പലപ്പോഴും നമ്മൾ പറയുന്നത് തന്നെ, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, ഇതെന്നെ കൊണ്ട് പോകത്തുള്ളെന്ന് തോന്നുന്നത്, ഇത്രയും പ്രശ്നം വന്നവരെല്ലാം തകർന്നു പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ല, നമ്മുടെ വിശ്വാസം എവിടെ? എൻ്റെ കൂടെയുള്ളവൻ അധികാരമുള്ള ദൈവമാണ്. ഞാൻ പറയാം, പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു മറുപടി തരും. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്കൊരു മറുപടി തരും. ഇന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിന് പ്രാർത്ഥനയിലൂടെ ഒരു പരിഹാരം. ഇന്ന് പല ആളുകൾക്കും ദൈവം പ്രവർത്തിക്കുന്നൊക്കെ അറിയാമെങ്കിലും അത് താമസിക്കുന്നതിന് കാരണം പ്രാർത്ഥിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഒന്ന് പേഴ്സണലായിട്ടൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ദൈവത്തോടൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറയണം, സംസാരിക്കണം, പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസങ്ങൾ വേറിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇവിടെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചു വളർത്തുമ്പോഴാണ് അവിടെ അത്ഭുതം നടക്കുന്നത്. കർത്താവ് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? ശിഷ്യന്മാരൊക്കെ മിക്കവാറും ആളുകൾ നന്നായി തുഴ എറിയാൻ അറിയാവുന്നവരും വല എറിയാൻ അറിയാവുന്നവരും കടലിൽ പരിശീലനം ഉള്ളവരുമാണ്. പക്ഷേ ഈ പ്രതിസന്ധിയിൽ അവരുടെ കഴിവിൽ അവർ ആശ്രയിക്കുമോ, അതോ ദൈവത്തിൽ ആശ്രയിക്കുമോ? കഴിവെല്ലാം പരാജയപ്പെട്ടു കേട്ടോ. പരാജയപ്പെട്ടപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുക. പക്ഷെ കർത്താവ് എഴുന്നേറ്റു, ശാന്തമാക്കി. ജലപ്രളയത്തിന് മീതെ അധികാരമുള്ളവൻ, രാജാവായിരിക്കുന്നവൻ, ആമേൻ, നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ സമാധാനം നൽകും. സ്വസ്ഥത എടുത്തു കളയുന്ന, സമാധാനം എടുത്തു കളയുന്ന ജലപ്രളയം പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും.
കർത്താവ് അതിൻ്റെ മീതെ നിങ്ങൾക്കൊരു പരിഹാരം തരും. 46 സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും കോപം കൊണ്ടങ്ങ് വെള്ളം ഇരച്ചു ഇറങ്ങി. ഇതൊക്കെ ജീവിതത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങളാണ്. വ്യക്തിപരമായ ജീവിതത്തെ ഉറപ്പിക്കാതെ വേണം മനസ്സിനെ തളർത്തിക്കളയുവാൻ, ഭാവിയെ അടച്ചു കളയാൻ വരുന്ന പ്രശ്നങ്ങളാണ്. അതിന് വെള്ളം കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയോ? ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ ഏതൊക്കെ ശക്തികളായി ഇരച്ചിപ്പോ വിഴുങ്ങിക്കളയും, കൊന്നുകളയും, തിന്നുകളയും എന്നൊക്കെ പറഞ്ഞാലും ദൈവം നടുവിലുണ്ടെന്ന് വിശ്വസിച്ചോണം. എൻ്റെ ദൈവം അതിന് നടുവിലുണ്ട്. ഈ പ്രശ്നത്തിന് നടുവിൽ എല്ലാവരും എന്നെ കൈവിട്ടു, ആരും ഇനി എന്നെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം ഈ പ്രതിസന്ധിയുടെ നടുവിലുണ്ട്. ഞാൻ കാണുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കാത്തിരിക്കുന്ന ദൈവം ഈ പ്രശ്നത്തിൽ എന്നെ വിട്ടിട്ട് പോയിട്ടില്ല. അവൻ നടുവിലുണ്ട്. അതിന്റെ മധ്യമുണ്ട്. ഞാൻ കുരുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. അതെ, താമസിക്കുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മുകളിലാണ് ദൈവം ഇരിക്കുന്നത്. പ്രതിസന്ധികളെ കാൽക്കീഴാക്കിയാണ് അവൻ നടക്കുന്നത്. സംഖ്യാപുസ്തകം 6-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, കർത്താവാണ് യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സാഹചര്യത്തെ പുരോഹിതന്മാര് കൈ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യഹോവ നിന്റെ മേൽ തിരുമുഖം ഉയർത്തി സമാധാനം നൽകട്ടെ. ദൈവമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. ഹല്ലേലൂയ. ഏത് വലിയ കൊടുങ്കാറ്റുകളുടെ നടുവിലും ദൈവം ഒരു ശാന്തത തരും. ഏത് വിധത്തിലുള്ള വേലിയേറ്റങ്ങളുടെ നടുവിലും ദൈവം ഒരു സമാധാനം നമുക്ക് നൽകിത്തരും. ഇതാണ് ദൈവികമായ ദൈവജനത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സമാധാനം. ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിലും 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു തരുന്ന ഒരു ഉറപ്പുണ്ട്. ലോകത്തിൽ കഷ്ടതകളുണ്ട്, ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതാർക്കും എടുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു തരുന്ന സമാധാനം. അവൻ അധികാരിയല്ലേ? അവൻ ബോട്ടിൽ ഉറങ്ങുന്ന പോലെയാ തോന്നിയെങ്കിലും പക്ഷേ അധികാരിയായിരുന്നവൻ അല്ലേ? എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവായ യേശു കൂടെയുണ്ട്. ഇനി ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ മതി. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളിലും വന്ന് നിറയും. ദൈവത്തിന്റെ സമാധാനം വന്ന് നിറയും. സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. വിഷാദിക്കേണ്ട, വിചാരപ്പെടേണ്ട. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ വലിയ ആർത്തലച്ചു വരുന്നത് പോലെയുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെയും നിങ്ങൾക്ക് സമാധാനം തരാൻ അതിൻ്റെ മുകളിൽ അധികാരിയായ ദൈവം നിൽക്കുന്നുണ്ട്. സ്തോത്രം. സ്വസ്ഥത തരും ദൈവം. മറക്കരുത്, ഇന്നത്തെ മീറ്റിംഗിൽ, ഞായറാഴ്ച വൈകിട്ടത്തെ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. 10 മുതൽ 11 വരെയുള്ള 1 മണിക്കൂറത്തെ ഓൺലൈൻ വർഷിപ്പ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവത്തിന്റെ ആലോചനയും സ്പെഷ്യലായിട്ടുള്ള സന്ദേശമൊക്കെ ഉണ്ട്, വർഷിപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവെ, വലിയ കലങ്ങി മറിയുന്ന തിരമാല പോലെയുള്ള പ്രശ്നങ്ങൾ നിന്റെ മക്കൾക്കെതിരെ അല്ല കർത്താവെ, മുഴുവൻ തകർത്തുടച്ചു വരുന്ന ജലപ്രളയത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ, ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുമ്പോഴും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ദൈവം, അതിനെ കാൽക്കീഴാക്കാൻ അധികാരമുള്ള ഒരു കർത്താവ്, ഞങ്ങളുടെ രാജാവായവൻ അവിടെ നിൽക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കും. ഈ വചനം കേൾക്കുന്നതിന്റെ മക്കൾക്ക് സ്വസ്ഥത നൽകണം. ഈ പ്രതിസന്ധികളിൽ ശാന്തത കൽപ്പിക്കണം. പുറത്തു വരുവാനുള്ള വഴികൾ ദൈവം തുറന്നു കൊടുക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയുടെ ദിവസമാകട്ടെ. ഈ ദിവസങ്ങളിൽ സ്വസ്ഥത വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിനും വലിയ സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവെക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.